അധ്യായം 5. എല്ലാവരും ചേതനെ നോക്കി ആകാംക്ഷയോടെ നിന്നു. എന്നാൽ അവൻ താൻ അകക്കണ്ണിൽ കണ്ട മായാക്കാഴ്ചകളിൽ നിന്നും മുക്തനായിരുന്നില്ല. സാറ് പറയേ, എന്റെ തെറ്റുകളെന്താ? ഇവിടെ ഞാൻ ശരിയാക്കേണ്ടത്? സാറിനെന്നെ ഗൈഡ് ചെയ്യാനാകോ? അതോ? ഋഷി ചേതന്റെ അടുത്ത് ചെന്ന് അല്പം നീരസത്തോടെ ചോദിച്ചു. ചേതന്റെ മറുപടിക്കായി എല്ലാവരും കാതോർത്തു. മേഘയുടെ കണ്ണുകളും ചേതനിൽ തന്നെയായിരുന്നു. താൻ തിരഞ്ഞെടുത്ത അധ്യാപകൻ ഈ അവസരത്തിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന ആകാംക്ഷയായിരുന്നു അവളിൽ. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പെട്ടെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ചേതൻ ചിന്തിച്ചു. അവന്റെ ഉള്ളിലൂടെ ഡെസ്റ്റിനി ബുക്കിൽ ഉണ്ടായിരുന്ന ഋഷിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കടന്നുപോയി. അതിൽ ഋഷിയുടെ ഒരുപാട് കുറവുകൾ രേഖപ്പെടുത്തിയിരുന്നു. അതൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പില്ലെങ്കിലും ഈ അവസരത്തിൽ അത് ഉപയോഗപ്പെടുത്താതെ അവന് വേറെ വഴിയില്ലായിരുന്നു. ഋഷി, നിന്റെ പഞ്ച് സൂപ്പറായിരുന്നു. എന്നാലും അതിലൊരു ചെറിയ തെറ്റുണ്ട്. അതുമല്ലാതെ പൊതുവായി നിനക്ക് ഒരു 12 വീക്ക്നെസ്സുകളുണ്ട്. അതുകൂടി ശരിയാക്കിയാൽ ഈ സ്കൂളിലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ് നീയായിരിക്കും. ചേതൻ ഗൗരവത്തോടെ പറഞ്ഞു. 12 കുറവുകളോ? എനിക്കോ? സാർ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഗൈഡ് ചെയ്യണമെന്ന് കരുതി വായി തോന്നിയത് പറഞ്ഞാ അത് വിശ്വസിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. ഋഷി കോപത്തോടെ പറഞ്ഞു. അത് തന്നെ, 12 വീക്ക്നെസ്സുകൾ. അതും എഡ്വിൻ സാറിന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യൻ ഋഷിക്ക്. ഇയാൾക്ക് പ്രാന്താണോ? അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു. എന്താ ചേതൻ, ഇത്രയും മൈന്യൂട്ടായി ഇവിടത്തെ പ്രിൻസിപ്പൾ പോലും പറയില്ലല്ലോ. പിന്നെയാണോ 0 വാങ്ങിയ നീ? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടലെന്നെ, എഡ്വിൻ പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ ചേതനെ കോർണർ ചെയ്ത് അപമാനിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എഡ്വിന്റെ വാക്കുകളും അവിടെ കൂടി നിന്നവരുടെ മുറുമുറുപ്പും ഒക്കെ കേട്ട് ചേതന് ദേഷ്യം തോന്നി. അവന്റെ കണ്ണുകൾ ചുവന്നു. ഭൂമിയിൽ വളരെ നല്ല നിലയിൽ ജീവിച്ച ഒരാളാണ് ജഗൻ. എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരാൾ. ഇപ്പോൾ മറ്റൊരു ലോകത്ത് താൻ നേരിടുന്ന ഈ അപമാനം അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെന്റെ അവസരമല്ലേ? നിങ്ങൾ കേട്ടപ്പോ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഇപ്പൊ പിന്നെന്തിനാ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാ പിന്നെ എന്തിനാ ഇവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യം? ഞാൻ പോയേക്കാം. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഋഷി, നീയും പോയിക്കോ. ഇതൊരു ന്യായമായ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പറഞ്ഞ് ചേതൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ചേത, നിൽക്ക്. ഇവിടെ നിന്നാരും ടാർഗറ്റ് ചെയ്യുന്നില്ല. നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഇവിടെ വന്ന് ചെയ്യാം, എഡ്വിൻ പറഞ്ഞു. അവസരം നൽകിയാലും അവനൊന്നും ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാം എന്ന് പ്രതീക്ഷിച്ചാണ് എഡ്വിൻ അവനെ തിരിച്ചു വിളിച്ചതെന്ന് ചേതന് മനസ്സിലായിരുന്നു. ഇനിയും ഒഴിഞ്ഞു മാറരുത്. ഡെസ്റ്റിനി പുസ്തകത്തിന്റെ സത്യാവസ്ഥ അറിയാൻ സമയമായി. അത് ഫലം കണ്ടാൽ എഡ്വിന്റെ കളി ഇന്ന് അവസാനിപ്പിക്കാം. അവൻ തിരിച്ചു വന്ന് ഋഷിയുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിന്നു. ഋഷി, നീ ഇപ്പോൾ നിന്നെ റൈറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്താണ് പഞ്ച് ചെയ്തത്. ഇനി മുതൽ നീ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യ്. നിന്റെ റൈറ്റ് ഹാൻഡിന് ലെഫ്റ്റിനേക്കാൾ പവർ കുറവാണ്. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാനോ? പൊതുവെ റൈറ്റ് ഹാൻഡിനാണ് പവർ കൂടുതൽ എന്നല്ലേ പറയാറ്? വെറുതെ അല്ലേ ഇവൻ 0 ആയത്? കൂടി നിന്ന ആളുകൾ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. ഇത്രയും കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തത് റൈറ്റ് ഹാൻഡ് വെച്ചാണ്. പിന്നെ ഇന്ന് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അതെനിക്ക് സെറ്റാവില്ല സാർ. ഋഷി തന്റെ ചിരിയടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഋഷി, ചേതനിപ്പോ നിന്നെ ഗൈഡ് ചെയ്യുന്ന സാറാണ്. സോ ഡു വാട്ട് ഹി സെഡ്. എഡ്വിൻ ഋഷിയോട് ഒരു താക്കീതോടെ പറഞ്ഞു. എന്നാൽ മനസ്സിൽ എല്ലാവരുടെ മുമ്പിൽ ചേതൻ വീണ്ടും തോൽക്കാൻ പോവുകയാണല്ലോ എന്നോർത്ത് ചിരിക്കുകയായിരുന്നു എഡ്വിൻ. എന്തൊക്കെ വന്നാലും 62 കൂടുതൽ പോയിന്റ്സ് വരില്ലെന്ന് എഡ്വിൻ ഉറപ്പിച്ചു. എഡ്വിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി ഋഷിയും ചിരിച്ചു. ചേതൻ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവൻ തന്റെ ഇടത് കൈ റൊട്ടേറ്റ് ചെയ്ത് പഞ്ച് ചെയ്തു. കൽത്തുണ ആകെയൊന്ന് കുലുങ്ങി. അതിലെ സ്ക്രീനിൽ ആദ്യം 1 തെളിഞ്ഞു. എല്ലാവരും സ്കോർ 10 ആണെന്ന് കരുതി മുഖം ചുളുക്കി. എഡ്വിന് ചിരി വന്നു. അവൻ ചേതനെ അപമാനിക്കുവാനായി വാ തുറന്നതും സ്ക്രീനിൽ 123 എന്ന് തെളിഞ്ഞു. അത് കണ്ടതോടെ എഡ്വിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. നിന്നിടത്തു നിന്നും അനങ്ങാൻ പറ്റാതെ സ്തംഭിച്ചു പോയ അയാൾ. 123? ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. കൂടി നിന്ന ആളുകൾ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. നേരത്തെ 62, ഇപ്പൊ 123. 100% കൂടുതൽ. ഇത് എലിജിബിലിറ്റി ടെസ്റ്റിൽ ഫസ്റ്റ് കിട്ടിയ ടീച്ചേഴ്സിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് അവിടെ കൂടി നിന്നവർക്ക് അറിയാമായിരുന്നു. ആ കാര്യമാണ് വെറും 0 വാങ്ങിയ ചേതൻ നടത്തി കാണിച്ചത്. എന്ത് 123? ഇത് ഞാൻ തന്നെയാണോ പഞ്ച് ചെയ്തത്? ഋഷി അവിശ്വസനീയമായി തന്റെ ഇടത് കൈയിലേക്ക് നോക്കി. മേഘയുടെ മുഖത്തും ആശ്ചര്യം നിറഞ്ഞിരുന്നു. ചേതനും അത്ഭുതം വിട്ടുമാറിയിരുന്നില്ല. പക്ഷെ അതിന്റെ കാരണം മറ്റൊന്നായിരുന്നു. ആ, അപ്പോ
ഡെസ്റ്റിനി പുസ്തകത്തിൽ എഴുതിയിരുന്നതൊക്കെ ശരി തന്നെയാണല്ലേ? കൊള്ളാം. ഈ പുസ്തകം പിടിച്ചു മരിച്ചതുകൊണ്ടാണോ ഇതിവിടെ എൻ്റെ കൂടെയുള്ളത്? എങ്ങനെയായാലും വേണ്ടില്ല, ഈ ശക്തി എന്നെ വിട്ട് പോകാതെ നോക്കണേ ദൈവമേ. ചേതൻ പ്രാർത്ഥിച്ചു. എഡ്വിന് കൊടുക്കേണ്ടത് കയ്യോടെ കൊടുത്തേക്കാം. മിസ്റ്റർ എഡ്വിൻ, നേരത്തെ ഉണ്ടായിരുന്ന അഹങ്കാര ചിരി ഇപ്പൊ കാണുന്നില്ലല്ലോ. നീ ഗൈഡ് ചെയ്തിട്ട് ഇൻക്രീസ് ആയത് വെറും 20%. ബട്ട് ഞാൻ ഗൈഡ് ചെയ്തിട്ട് 100%. എന്തേ, ഒന്നും പറയാനില്ല ഇപ്പോ? ചേതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എഡ്വിന്റെ മുഖം ഇരുണ്ടു. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. 0 ആയി കണ്ടിരുന്ന ചേതനെ എല്ലാവരും ഹീറോ ആയി കാണാൻ തുടങ്ങി. ചുറ്റും കൂടി നിന്നവർ ചേതനെ പുകഴ്ത്തുന്നത് കേട്ടതും എഡ്വിൻ അവിടെ നിന്നും മിണ്ടാതെ പോകാൻ ശ്രമിച്ചു. ഹലോ സാർ, ഒന്ന് നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? നമ്മുടെ ബെറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോ. ചേതൻ എഡ്വിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഋഷി, നീ ഇന്നു മുതൽ ചേതന്റെ സ്റ്റുഡന്റാണ് എന്നു പറഞ്ഞ് എഡ്വിൻ ID കാർഡ് എടുത്ത് തന്റെ ഒരു തുള്ളി രക്തം അതിൽ പതിപ്പിച്ച് ഋഷിയുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഒരു തവണ നീ ജയിച്ചെന്ന് കരുതി അഹങ്കരിക്കണ്ട. എന്തോ ഭാഗ്യത്തിന്റെ പുറത്താണ് നീ ജയിച്ചത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എഡ്വിൻ ഒരു താക്കീതോടെ പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. സാർ പ്ലീസ് സാർ, എന്നെ വിട്ടുകൊടുക്കരുത് സാർ. എനിക്ക് അയാളുടെ കീഴിൽ പഠിക്കണ്ട. ഋഷി കെഞ്ചിയെങ്കിലും എഡ്വിൻ അത് കേൾക്കാത്തതുപോലെ മുന്നോട്ട് നടന്നു. എഡ്വിനെ പോലെ തന്നെ ഋഷിയും ചേതൻ ജയിച്ചത് വെറും ഭാഗ്യത്തിന്റെ പുറത്താണ് എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചേതന്റെ സ്റ്റുഡന്റ് ആവാൻ അവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. സോ ഋഷി, നീ ഇന്നു മുതൽ എന്റെ സ്റ്റുഡന്റാണ്. വേഗം ഈ ID കാർഡിൽ നിന്റെ ബ്ലഡ് ഇംപ്രിന്റ് ചെയ്യും. ചേതൻ തന്റെ രക്തമാക്കിയ ശേഷം ID കാർഡ് ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഋഷി മനസ്സില്ലാ മനസ്സോടെ അതിൽ തന്റെ രക്തമാക്കി. നൗ യു ആർ മൈ സ്റ്റുഡന്റ്. നിനക്കിപ്പോ പോകാം. നാളെ നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ചേതൻ ഋഷിയോട് പറഞ്ഞതിന് ശേഷം മേഘയ്ക്ക് നേരെ തിരിഞ്ഞു. മേഘ, നീയും നാളെ വന്നാ മതി. നാളെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അവൾ സന്തോഷത്തോടെ തലയാട്ടി. വീട്ടിലേക്ക് തിരിച്ചു പോകവേ ചേതന്റെ ചിന്ത മുഴുവൻ തന്റെ മനസ്സിലുള്ള അദൃശ്യ ലൈബ്രറിയെക്കുറിച്ചായിരുന്നു. അവൻ മനസ്സേകാഗ്രമാക്കി ഋഷിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഡെസ്റ്റിനി പുസ്തകം തുറന്നു വരികയും അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണിക്കുകയും ചെയ്തു. താൻ ആരെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചാലും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡെസ്റ്റിനി പുസ്തകം തനിക്ക് കാട്ടിത്തരും എന്നവൻ മനസ്സിലാക്കി. ഇത് കൊള്ളാലോ. ഇങ്ങനെയാണെങ്കിൽ ആഗ്രഹിച്ചാൽ പോലും എനിക്കിനി 0 വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. ചേതൻ സന്തോഷിച്ചു. പിറ്റേ ദിവസമായതും മാജിക് സ്കൂളിൽ ചേതനെക്കുറിച്ചുള്ള വാർത്ത എങ്ങും പാട്ടായിരുന്നു. ഇന്നലെ നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? ചേതൻ സാറും എഡ്വിൻ സാറും തമ്മിൽ ബെറ്റ് വെച്ചെന്ന് ക്യാൻറ്റീനിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സംസാരിക്കുകയായിരുന്നു. ഉറപ്പായിട്ടും എഡ്വിൻ സാർ തന്നെ ജയിച്ചു കാണും. അതിലൊരുവൾ മറുപടി പറഞ്ഞു. ഇല്ലാന്ന്, ചേതൻ സാറാണത്ര ജയിച്ചത്. ആദ്യം സംസാരിച്ച കുട്ടി പറഞ്ഞു. ആര്? ആ 0 വാങ്ങിയ സാറ് തന്നെയാണോ? നടക്കുന്ന കാര്യം വല്ലതും പറ. ചേതൻ ശരിക്കും ജയിച്ചത് കണ്ട ആളുകളുണ്ട് ഇവിടെ. അതും ഒരൊറ്റ ടിപ്പ് കൊണ്ട് 100% പഞ്ചിങ് പവർ ഇൻക്രീസ് ചെയ്തത്. 100% ഇൻക്രീസ് ചെയ്യുന്നോ? അതും ലാസ്റ്റ് പൊസിഷനിലുള്ള ചേതൻ. തമാശ പറയില്ലേ രാവിലെ തന്നെ. സാറ എന്ന പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. അവിടുത്തെ പ്രശസ്തമായ ഒരു നാട്ടുരാജ്യത്തിന്റെ തലവന്റെ പ്രിയ പുത്രിയാണ് സാറ. അഴകുകൊണ്ടും മികവുകൊണ്ടും ഏറെ മിടുക്കിയാണവൾ. ലിൻഡ മാമിന് കീഴിൽ സ്റ്റുഡന്റായി ചേരാനാണ് സാറ അക്കാദമിയിലേക്ക് വന്നത്. 100%. തീർച്ചയായും എന്തോ ലക്കിന്റെ പുറത്ത് കിട്ടിയതാവും. സാറ പറഞ്ഞതും അവളുടെ അടുത്തിരുന്ന ഒരാൾ അവളെ എതിർത്ത് സംസാരിച്ചു. ലക്കോ? 100% കിട്ടണമെങ്കിൽ അത് തീർച്ചയായും കഴിവുള്ളതുകൊണ്ട് തന്നെയാണ്. അതിന് നിനക്കെന്തറിയാം ഈ ചേതനെ പറ്റി? ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ഒരേ ഒരാളാണ് ഈ ചേതൻ. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ പറയേ, ഞാൻ തന്നെ തെളിയിച്ചു തരാം. സാറ വാശിയോടെ പറഞ്ഞു. സാറ ചെറുതിലെ മുതലേ മുൻകോപക്കാരിയാണ്. ടീച്ചേഴ്സിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരാൾക്ക് ആവശ്യമില്ലാതെ ക്രെഡിറ്റ് കൊടുക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സാറ, ഇത്ര ചെറിയ കാര്യത്തിന് നീ എന്തിനാ ചൂടാവുന്നേ? അവളുടെ കൂട്ടുകാരികളിൽ ഒരുവൾ തിരക്കി. ഇല്ല, ഇതിങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആരാണെന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക്. കൈ ശക്തിയിൽ ബെഞ്ചിൽ അടിച്ചുകൊണ്ട് അവൾ വാശിയോടെ പറഞ്ഞു. അവൾ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി ചേതന്റെ ക്ലാസ് റൂം അന്വേഷിക്കുവാൻ തുടങ്ങി. ക്ലാസ് കണ്ടെത്തിയതും അവൾ അകത്തേക്ക് കയറി. ചേതൻ സാർ എവിടെ? അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവൾ ചോദിച്ചത് കേട്ടെങ്കിലും മറുപടി ഒന്നും കൊടുത്തില്ല. ചോദിച്ചത് കേട്ടില്ലേ? ഇത് ചേതൻ സാറിന്റെ ക്ലാസ് അല്ലേ? അവൾ രോഷത്തോടെ ചോദിച്ചു.
എന്നാൽ കുട്ടികൾ അപ്പോഴും അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ഞാനിവിടെയുണ്ട്. നീ ആരാ? ആ കുട്ടികളെ കടന്ന് അവിടേക്ക് വന്ന് ചേതൻ ചോദിച്ചു. ഓ, ഇതാണോ ചേതൻ സാർ? കാണാനൊരു ഹീറോ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ സീറോ വാങ്ങിയ ആൾക്ക് ഇത്ര ഗെറ്റപ്പിന്റെ ആവശ്യമൊന്നുമില്ല, സാറ മനസ്സിൽ പറഞ്ഞു. സാറിനെ കുറിച്ച് കുറച്ച് റൂമേഴ്സ് കേട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നാണ്. ഇടുപ്പിൽ കൈകൊത്തി അഹങ്കാരത്തോട് അവൾ പറഞ്ഞു. റൂമറോ? എന്തു റൂമർ? അവൻ തിരക്കി. നിങ്ങൾ എഡ്വിൻ സാറുമായി ബെറ്റ് വെച്ചെന്നും അത് ജയിച്ചെന്നും, അതുമാത്രമല്ല നിങ്ങൾ ഗൈഡ് ചെയ്ത സ്റ്റുഡന്റിന്റെ പവർ 100% ഇൻക്രീസ് ആയി പോലും. വിശ്വാസമില്ലാത്തതുപോലെ അവൾ പറഞ്ഞു. അത് റൂമറൊന്നുമല്ല, സത്യമാണ്. വിശ്വാസമില്ലെങ്കിൽ നിനക്ക് എഡ്വിനോട് പോയി ചോദിക്കാം. ചേതൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവൾക്ക് മറുപടി കൊടുത്തു. ഓ, എങ്കിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യ്, ഞാൻ നോക്കട്ടെ. സാറ വീണ്ടും വാശിയോടെ പറഞ്ഞു. അതിന് നീ ആരാ? ടീച്ചേഴ്സ് എന്താ നീ പറയുന്നത് കേട്ട് ഇവിടെ തുള്ളാൻ നിൽക്കുകയെന്ന് തോന്നുന്നുണ്ടോ? ടീച്ചേഴ്സിന്റെ ജോലി പഠിപ്പിക്കലാണ്, അല്ലാതെ വഴിയെ പോകുന്നവർ പറയുന്നത് കേട്ട ആടലല്ല. പിന്നെ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ്, അത് കാണുമ്പോൾ തന്നെ പഠിപ്പിക്കാൻ തോന്നില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗൈഡിങ് യു, സോ പ്ലീസ് ഗെറ്റ് ഔട്ട്. അവളുടെ മുഖത്തടിക്കുന്നത് പോലെ അവൻ പറഞ്ഞു. എപ്പോഴും തന്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കണ്ട് മാത്രം ശീലമുള്ള സാറയ്ക്ക് അതൊരു അപമാനമായി തോന്നി. ഒരുപാട് സ്റ്റുഡൻസ് വേണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെയുണ്ട്, പക്ഷെ നിന്നെപ്പോലുള്ള അഹങ്കാരം പിടിച്ചതുങ്ങളെ ഞാൻ പഠിപ്പിക്കില്ല, അവൻ തീർത്തും പറഞ്ഞു. അതുകൂടെ കേട്ടതും ഒരു നാടിന്റെ തലവന്റെ മകളായ സാറയ്ക്ക് ദേഷ്യം കാരണം അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അവൾ അവളുടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. സാറയുടെ പിറകെ എത്തിയ അവളുടെ കൂട്ടുകാരികൾക്കും അവളുടെ ഈ അവസ്ഥ കണ്ട് സഹിക്കാനായില്ല. സാറിനെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ശരി വാ, ഞാൻ പറയാം.